നമസ്കാരം, ഞാൻ ഡോക്ടർ റിൻല മേരി ജോബ്സ്. നമ്മുടെ ഡെയിലി ലൈഫിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഡാൻഡ്രഫ്, താരൻ. ഈ താരൻ വന്നു കഴിഞ്ഞാൽ പൊതുവേ സ്കാൽപ്പാണെങ്കിൽ നമ്മുടെ തല ഭയങ്കര ചൊറിച്ചിലാകാനായിട്ട് തുടങ്ങും. ഈ ചൊറിച്ചിൽ വന്നു കഴിഞ്ഞാൽ തന്നെ കുഞ്ഞു കുഞ്ഞു വെള്ളപ്പൊടികൾ ഹെയറിൽ കംപ്ലീറ്റ് ഇരിക്കുക, നമ്മുടെ ഡ്രസ്സിലൊക്കെ വീഴുക. ഇനി ഈ താരൻ കാരണം വരുന്ന വേറൊരു പ്രശ്നമാണ് മുഖക്കുരു. മെയിനായിട്ട് നമ്മുടെ നെറ്റിയാണെങ്കിലും നമ്മുടെ കഴുത്ത്, ഷോൾഡർ ഈ ഭാഗത്തൊക്കെ ഒരുപാട് കുരുക്കൾ വരിക. ഈ ഡാൻഡ്രഫ് വന്നാൽ തന്നെ നമുക്കത് നമ്മുടെ ജോലിനെയും ബാധിക്കും, അതുപോലെ തന്നെ നമ്മുടെ ഡെയിലി ലൈഫിനെ ബാധിക്കും. കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് വന്നു കഴിഞ്ഞാൽ തന്നെ. അപ്പോൾ ഈ നമ്മൾ ഡാൻഡ്രഫ് വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് കോസ്മെറ്റിക് പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ഭേദം വന്നാൽ കംപ്ലീറ്റ് ആയിട്ട് പോകാത്ത അവസ്ഥ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ താരൻ വരുന്നത്? അതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് തന്നെ എന്താണ് താരൻ അത് ഞാൻ പറഞ്ഞുതരാം. ഈ താരൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കാൽപ്പിൽ ഡെഡ് സെൽസ് ഷെഡിങ് ചെയ്യുന്നതാണ്. അതായത് ഡെഡ് ആയിട്ടുള്ള സെല്ലുകൾ പൊഴിയുക, അതാണ് ശരിക്കും ഈ താരൻ. ഈ താരനിൽ തന്നെ ഒരുപാട് ടൈപ്പുകളുണ്ട്, വരുന്ന റീസണുകളും വ്യത്യാസമാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ പറയുകയാണെങ്കിൽ ഡ്രൈ ഡാൻഡ്രഫ്. ഈ ഡ്രൈ ഡാൻഡ്രഫ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരം വളരെയധികം ഡ്രൈ ആകുമ്പോൾ, അതായത് കറക്റ്റായിട്ട് ആ ഒരു ഹൈഡ്രേഷൻ ഒന്നും ഇല്ലാത്ത അവസ്ഥയിലോട്ട് പോകും, നമ്മുടെ സ്കാൽപ്പൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആകാനായിട്ട് തുടങ്ങും. അപ്പോൾ ഈ ഡ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്ന ഒരു ഡാൻഡ്രഫാണ് ഡ്രൈ ഡാൻഡ്രഫ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് സിംറ്റംസ് എന്ന് പറയുന്നത് ആ ഒരു ചൊറിച്ചിലുണ്ടാവും, പിന്നെ വെള്ളപ്പൊടികളായിട്ട് വരിക. ഇതൊക്കെയാണ് ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓയിൽ ഡാൻഡ്രഫ്. ഈ ഓയിൽ ഡാൻഡ്രഫ് എന്ന് പറയുന്നത് നമ്മുടെ സ്കാൽപ്പിലുള്ള സെബേഷ്യസ് ഗ്ലാൻഡ്. ഈ സെബേഷ്യസ് ഗ്ലാൻഡാണ് ഓയിൽ പ്രൊഡക്ഷനൊക്കെ നടത്തുന്നത് കേട്ടോ. അതിൻ്റെ സെബേഷ്യസ് ഗ്ലാൻഡിൻ്റെ പ്രൊഡക്ഷൻ കൂടുകയും അത് കാരണം വരുന്ന ഡാൻഡ്രഫ്, അത് മെയിനായിട്ട് ഒരു വെള്ള മുതൽ ഒരു യെല്ലോയിഷ് കളറ് പൊറ്റകളാണ് നമുക്ക് കാണാനായിട്ട് പറ്റുക. ഈ പൊറ്റകൾ തന്നെ ഒരു ഗ്രീസി ഫോർമേഷൻ ആയിരിക്കും, അതാണ് ഓയിൽ ഡാൻഡ്രഫ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫംഗൽ ഡാൻഡ്രഫ്. അപ്പോൾ ആ പേരിൽ തന്നെ ഉണ്ട് ഫംഗസ് കാരണം വരുന്ന ഡാൻഡ്രഫ്, മെയിനായിട്ട് മെലേസീസിയ ഫംഗസ്. ഈ മെലേസീസിയ ഫംഗസ് നോർമലി നമ്മുടെ ശരീരത്തിലുണ്ട്, പക്ഷേ ഓയിൽ പ്രൊഡക്ഷൻ ധാരാളം ആകുമ്പോൾ ഈ മെലേസീസിയ ഫംഗസ് അതൊരു ഫുഡൊക്കെ ആയിട്ട് കണ്ട് ഭയങ്കരമായിട്ട് പെരുകാനായിട്ട് തുടങ്ങും. അത് കാരണം വരുന്ന ഡാൻഡ്രഫാണ് ഫംഗൽ ഡാൻഡ്രഫ്. ഈ മെലേസീസിയ ഫംഗസിൻ്റെ ഒരുപാട് ഓവർ ഗ്രോത്ത് കാരണം വരുന്ന ഒരു അസുഖം കൂടിയാണ് സെബറോയിഡ് ഡെർമറ്റൈറ്റിസ്. നമ്മൾ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സിംറ്റംസ് എന്ന് പറയുന്നത് ഈ ചൊറിച്ചിലും ഒരുപാട് ഇങ്ങനെ പൊറ്റായിട്ട് വരിക, കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ ക്രസ്റ്റ് പോലെ ഒരുപാട് ഇങ്ങനെ ചൊറിഞ്ഞ് പൊട്ടാനൊക്കെ ആയിട്ടുള്ള ഒരവസ്ഥയിലോട്ട് പോകും. പിന്നെ വേറൊരു റീസണാണ് കോസ്മെറ്റിക് പ്രൊഡക്റ്റുകൾ കാരണം. ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മുടെ ഇപ്പോൾ സ്കിന്നെന്ന് പറയുന്നത് ഒരുപാട് ടൈപ്പ് സ്കിന്നുകളുണ്ട്. ചിലപ്പോൾ ഡ്രൈ ആയിരിക്കാം, ഓയിലി സ്കിന്നായിരിക്കാം, കമ്പൈൻഡ് ആയിരിക്കാം, മിക്സ്ഡ് ആയിരിക്കാം, അങ്ങനെ ഒരുപാട് ടൈപ്പ് സ്കിന്നുകളുണ്ട്. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന കോസ്മെറ്റിക് പ്രൊഡക്റ്റുകൾ നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ടൈപ്പിനനുസരിച്ച് യോജിച്ചതല്ലെങ്കിലും നമുക്ക് ഈ ഡാൻഡ്രഫ് വരും. ഇപ്പോൾ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുകാർ ഒരുപാട് ഡ്രൈ ആക്കുന്ന ഷാമ്പൂസ് ആണെങ്കിലും ബാക്കിയുള്ള പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് കൂട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സ്കിന്നിനനുസരിച്ചുള്ള കോസ്മെറ്റിക് പ്രൊഡക്റ്റ് യൂസ് ചെയ്യാത്തത് കൊണ്ട് വരുന്ന ഡാൻഡ്രഫ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സോറിയാസിസ്. ഈ സോറിയാസിസ് പറയാൻ കാരണം പൊതുവെ ഒരു മുതിർന്ന ആൾക്കാരിൽ സോറിയാസിസ് ഫസ്റ്റ് വരുന്ന ഒരു പോർഷനാണ് സ്കാൽപ്പ്. ഈ സോറിയാസിസ് വരുമ്പോൾ ഫസ്റ്റ് ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് ചൊറിച്ചിലും അതുപോലെ തന്നെ ആദ്യം പൊടികളായിട്ട് പിന്നെ ഫ്ലേക്സ് ആയിട്ട് തന്നെയാണ് വരിക. ഈ ഡാൻഡ്രഫിൻ്റെ ഏറെക്കുറെ സിംറ്റംസ് ഒക്കെ തന്നെയായിട്ടാണ് ഇത് വരുന്നത്. അതുകൊണ്ടാണ് ഈ സോറിയാസിസ് ചില സമയത്ത് ഡാൻഡ്രഫായിട്ട് തെറ്റിദ്ധരിക്കപ്പെടുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെബറോയിഡ് ഡെർമറ്റൈറ്റിസ്. അപ്പോൾ ഇതൊക്കെയാണ് ഡാൻഡ്രഫിലുള്ള ടൈപ്പുകൾ. ഇനി നമുക്ക് എങ്ങനെ ഡാൻഡ്രഫ് മാനേജ് ചെയ്യാം? അപ്പോൾ മെയിനായിട്ട് ഹൈജീൻ. ഇപ്പം നമ്മൾ പുറത്തൊക്കെ ഒരു പൊടിയുള്ള സ്ഥലത്തൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതിനനുസരിച്ചുള്ള ആ ഒരു പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യുക. ഇപ്പോൾ സ്കാൽപ്പിൽ ഒരുപാട് പൊടികൾ അടിഞ്ഞുകൂടാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അടിഞ്ഞുകൂടിയാൽ തന്നെ കറക്റ്റായിട്ട് ആ ഒരു ഷാമ്പു ആണെങ്കിലും കണ്ടീഷണറൊക്കെ യൂസ് ചെയ്ത് ആ പൊടി കളയാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ എണ്ണ തേക്കുന്നവരാണെങ്കിൽ കൂടി കറക്റ്റായിട്ട് ആ ഒരു എണ്ണ തലയിൽ നിന്ന് കളഞ്ഞില്ലെങ്കിൽ ഇതും മെലേസീസിയ ഫംഗസ് വളരാനായിട്ട് ഒരു കാരണമാകുന്നുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ഹൈജീൻ സൂക്ഷിക്കുക, ഇപ്പോൾ കുളിയാണെങ്കിലും എല്ലാ കാര്യത്തിലും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹോർമോണൽ ഇംബാലൻസ്. ഈ ഹോർമോണൽ ഇംബാലൻസ് കാരണം വരുന്ന അസുഖങ്ങൾ, ഇപ്പോൾ PCOS ഒരു ഹോർമോണൽ ഇംബാലൻസ് ആയിട്ടുള്ള അസുഖമാണ്. നമ്മുടെ തൈറോയിഡിൻ്റെ അസുഖങ്ങൾ, ഇതൊക്കെ ഹോർമോണൽ ഇംബാലൻസ് കാരണം വരുന്ന അസുഖങ്ങൾ. അപ്പോൾ അവരിലും ഹോർമോണൽ ഇംബാലൻസ് കാരണം സെബേഷ്യസ് ഗ്ലാൻഡിൻ്റെ പ്രൊഡക്ഷൻ ഒരുപാട് ആവുകയും അങ്ങനെ ഓയിൽ നന്നായിട്ട് കൂടുകയും ഇത് കാരണം ഡാൻഡ്രഫ് വരാനായിട്ടുള്ള അവസ്ഥകളും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഹോർമോണൽ ഇംബാലൻസ് ഉള്ളവരാണെങ്കിൽ കറക്റ്റായിട്ട് ആ ഒരു അസുഖങ്ങളെല്ലാം മാറ്റിയാൽ തന്നെ ഈ ഒരു ഡാൻഡ്രഫ് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡയറ്റ്.
ഡയറ്റിൽ മെയിനായിട്ട് സിങ്ക് അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങളും ഒമേഗ 3 അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ ആഡ് ചെയ്യുക. ഈ ഒമേഗ 3 എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ എല്ലാ ഒരു അസുഖങ്ങൾക്കാണെങ്കിലും യൂസ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ഈ ഒമേഗ 3 അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങളാണ് ഫിഷ്, മെയിനായിട്ട് ഫിഷ്. അതുപോലെ തന്നെ ഫ്ലാക്സീഡ് മാത്രമല്ല പംകിൻ സീഡ്, എല്ലാ സീഡ്സിലും നന്നായിട്ട് ഒമേഗ 3 നട്ട്സിൽ വാൾനട്ടിലൊക്കെ നന്നായിട്ട് ഒമേഗ 3 ഉള്ള ഭക്ഷണങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് സോക്ക് ചെയ്തിട്ട് ഡെയിലി കഴിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒമേഗ 3 ഉള്ള ഭക്ഷണങ്ങൾ ധാരാളം എടുക്കുക. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് സിങ്ക് എങ്ങനെയാണ് ഡാൻഡ്രഫായിട്ട് എഫക്റ്റ് ചെയ്യുന്നത്? ഈ സിങ്കിനും സെബേഷ്യസ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓയിലിനായിട്ട് വളരെയധികം കണക്ഷൻ ഉണ്ട്. അപ്പോൾ സിങ്ക് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കും. മെയിനായിട്ട് നട്ട്സിലാണെങ്കിലും സീഡ്സിലാണെങ്കിലും ധാരാളം സിങ്ക് ഉണ്ട്. അപ്പോൾ ഈ സിങ്ക് ധാരാളം കഴിച്ചാൽ തന്നെ ഒരു ഡ്രൈ സ്കിന്നുള്ള ആൾക്കാരിൽ കുറച്ചും കൂടി ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ടാവുകയും അത് കാരണം നമുക്ക് ഡാൻഡ്രഫ് കുറയ്ക്കാനായിട്ടും സഹായിക്കാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് വിറ്റമിൻ B6 B12. അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, മെയിനായിട്ട് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് നമ്മുടെ ഇലവർഗ്ഗങ്ങൾ, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൽ നന്നായിട്ട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അപ്പോൾ ഡയറ്റിൽ നമുക്ക് കൺട്രോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതാണ്. അതുപോലെ തന്നെ അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് എന്ന് പറയുന്നത് മെയിനായിട്ട് ഈ ജങ്ക് ഫുഡ്, ബേക്കറി ഐറ്റംസ്, ഷുഗർ അടങ്ങിയിരിക്കുന്ന മൈദ, അതുപോലെ തന്നെ ഓവറായിട്ടുള്ള ഫാസ്റ്റ് ഫുഡ്, ഓയിൽ ഒരുപാട് വറുത്തെടുത്ത സാധനങ്ങൾ, ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്താൽ തന്നെ നമുക്ക് ഡാൻഡ്രഫ് നന്നായിട്ട് കുറയ്ക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മെൻ്റൽ ഹെൽത്ത്. ഇപ്പോൾ ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ ഡാൻഡ്രഫ് വളരെയധികം കൂടും. അപ്പോൾ ആ ഒരു മെൻ്റൽ സ്ട്രെങ്ത്ത് നല്ല രീതിയിൽ ആക്കുക. ആ ഒരു സ്ട്രെസ്സും ടെൻഷനുകളൊക്കെ കാര്യങ്ങൾ കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ സ്ട്രെസ്സും ടെൻഷനും കുറയ്ക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കറക്റ്റായിട്ടുള്ള ആ ഒരു റൂട്ടീൻ ഫസ്റ്റ് തന്നെ ഉണ്ടാക്കുക. കറക്റ്റായിട്ട് ഉറങ്ങുക, കറക്റ്റ് ടൈമിൽ ഭക്ഷണം കഴിക്കുക. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ആ ഒരു സ്ട്രെസ്സ് കുറയ്ക്കുന്ന ഹോബീസ് ഉണ്ടെങ്കിൽ അതിലോട്ട് കിടക്കാം. ഇപ്പോൾ മ്യൂസിക് ഇഷ്ടമുള്ളവരാണെങ്കിൽ ആ ഒരു മ്യൂസിക്കൊക്കെ കേട്ടാൽ തന്നെ ചിലവരുടെ ആ ഒരു ടെൻഷനൊക്കെ കുറയും. പിന്നെ ചെയ്യാൻ പറ്റുന്നതാണ് പ്രാണായാമസ്, യോഗ കാര്യങ്ങൾ, മെഡിറ്റേഷൻ, പിന്നെ റിലാക്സേഷൻ ടെക്നിക്കുകൾ. ഇങ്ങനെ ഒരുപാട് നമുക്ക് രീതിയിൽ സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് പറ്റും. പിന്നെ ഒരുപാട് ഓയിലി സ്കിന്നുള്ള ആൾക്കാരാണെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുക. അപ്പോൾ ഒരിക്കലും ഒരു സെൽഫ് ഡയഗ്നോസ് ചെയ്ത് ആ ഒരു പ്രൊഡക്റ്റുകൾ ചൂസ് ചെയ്യരുത്. കറക്റ്റായിട്ടുള്ള ഡോക്ടറിനെ കണ്ട് അവരുടെ നിർദ്ദേശപ്രകാരം ആ ഒരു പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യും. ഇപ്പോൾ ഹെർബൽ ആണെങ്കിലും എന്താണെങ്കിലും സപ്ലിമെൻറ്റ്സ് ആണെങ്കിലും കാര്യങ്ങൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുക. അപ്പം എന്താണ് ഡാൻഡ്രഫ്, എങ്ങനെ വരുന്നു, നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാമെന്നുള്ള ഒരു ഐഡിയ നമുക്കിപ്പോൾ കിട്ടിക്കാണും. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വളരെ ഹെൽപ്ഫുള്ളായെന്ന് ഞാൻ വിചാരിക്കുന്നു. ബാക്കിയുള്ളവരിലോട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ദിസ് ഇസ് ഡോക്ടർ ഇൻ ലാബ് മേരി ജോബ്സൺ സൈനിങ് ഓഫ്.